ചികിത്സാ ചെലവുകൾ സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന കാലത്ത് ആശ്വാസത്തിന്റെ പുതിയ മാതൃകയുമായി UDFന്റെ നോബിൽ ഹോസ്പിറ്റൽ പദ്ധതി വീണ്ടും സജീവ ചർച്ചയാകുന്നു. ജനനായകൻ ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്ന എല്ലാവർക്കും സൗജന്യ ചികിത്സ എന്ന ആശയം 2026 UDF പ്രകടന പത്രികയിൽ പ്രധാന വാഗ്ദാനമായി ഇടം പിടിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചത്. സാമൂഹിക പ്രവർത്തകനായ ബിനോയ് വാര്യത്ത് പങ്കുവച്ച കുറിപ്പിലൂടെയാണ് പദ്ധതിയുടെ നാൾവഴികളും പ്രസക്തിയും വീണ്ടും പൊതുമധ്യത്തിൽ എത്തിയത്. 2021 UDF പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും അന്ന് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയ ഈ പദ്ധതി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ പ്രധാന പ്രചരണ ആയുധമായി മാറും. UDF അധികാരത്തിൽ വന്നാൽ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കൊപ്പം നോബിൽ ഹോസ്പിറ്റൽ സംവിധാനവും യാഥാർത്ഥ്യമാക്കുമെന്ന് UDF കൺവീനർ MM ഹസൻ വ്യക്തമാക്കിയതായി ബിനോയ് വാര്യത്ത് ചൂണ്ടിക്കാണിക്കുന്നു. സന്തോഷ് വി ജോർജിന്റെ ആശയം. ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണം. 2011 കുമ്പനാട് സ്വദേശിയും മുൻ KSU നേതാവുമായ സന്തോഷ് വി ജോർജാണ് ഇത്തരമൊരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. 2013 കൊച്ചിയിൽ നടന്ന ആശയ കൂട്ടായ്മയിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ വിഷയം 2014 2019 ലോക്സഭാ പ്രകടന പത്രികകളിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന പേരിൽ ഇടം പിടിച്ചു. എന്നാൽ രാഷ്ട്രീയ എതിരാളികൾ ഇതിനെ അപ്രായോഗികമെന്ന് വിളിച്ച് പരിഹസിക്കുകയായിരുന്നു. എന്നാൽ വിദേശ സർവകലാശാലകളിലെ വിദഗ്ധരും നീതി ആയോഗും പിന്നീട് ഈ മാതൃകയുടെ പ്രായോഗികത തിരിച്ചറിഞ്ഞുവെന്ന് കുറിപ്പിൽ പറയുന്നു. സർക്കാരും സ്വകാര്യ മേഖലയും കൈകോർക്കുന്ന ലാഭേച്ഛയില്ലാത്ത ആശുപത്രി മാതൃകയാണിത്. വെല്ലൂർ CMC ആശുപത്രിയുടെ വിശ്വാസ്യതയോടെ പൂർണ്ണ സൗജന്യ ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. രോഗികൾ മുറി വാടകയും ഭക്ഷണച്ചെലവും മാത്രം നൽകിയാൽ മതിയാകും. ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമ്പോൾ ആശുപത്രി കെട്ടിടം നിർമ്മിച്ച സ്വകാര്യ സ്ഥാപനത്തിന് മുറി വാടക ലഭിക്കും. കേരളത്തിൽ 150 കിലോമീറ്റർ ഇടവിട്ട് ഇത്തരത്തിലുള്ള 3 ഉന്നത നിലവാരത്തിലുള്ള ആശുപത്രികൾ തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. കാരുണ്യ ഫണ്ട് വഴി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകിയ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ ഈ പദ്ധതിയും വിസ്മൃതിയിലാകുന്നത് അദ്ദേഹത്തോട് കാണിക്കുന്ന വഞ്ചനയാകുമെന്ന് ബിനോയ് വാര്യത്ത് കുറിച്ചു. ബെന്നി ബെഹനാൻ, MM ഹസൻ തുടങ്ങിയ നേതാക്കൾ ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന ഉറപ്പ് നൽകിയത് സാധാരണക്കാർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം മാതൃകകൾ അടിയന്തരമായി തുടങ്ങാൻ രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകണമെന്നും ബിനോയ് വാര്യത്ത് ആവശ്യപ്പെട്ടു. ഭാവനയിൽ വിരിഞ്ഞ വെറുമൊരു പദ്ധതിയല്ല, മറിച്ച് കൃത്യമായ നയരേഖകളുടെ പിൻബലമുള്ള ഈ ചികിത്സാ മാതൃക കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ നയങ്ങളുടെ തുടർച്ചയായി 2026 ഈ പദ്ധതി ജനവിധി തേടും.